നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതാമ്മേ ഉള്ളി അരിഞ്ഞത്. ആതിരെ, നീ ആ മട്ടനും ചിക്കനും ഒന്ന് കഴുകി വെച്ചേ. അത് ഞാൻ ചെയ്തോളാം അമ്മേ. അത് കഴുകി മസാല അരച്ച് കറി ഉണ്ടാക്കണം. അത് ഞാൻ ചെയ്തോളാം. അതെന്താ, ഇവളുടെ കൈക്ക് വല്ലതും പറ്റിയോ? അതല്ലമ്മേ, എനിക്കും ഇതൊക്കെ പഠിക്കണമല്ലോ. എല്ലാം ചേച്ചി ചെയ്താ ഞാൻ എങ്ങനെ പഠിക്കും? ശരി, അവള് കൂടെ ഒന്ന് പറഞ്ഞു തരട്ടെ. നീ ഇവിടെ പഠിച്ചോ? അതല്ലമ്മേ, അമ്മ പറഞ്ഞു തന്നാ മതി. അതല്ലേ കുറെ കൂടി നല്ലത്. എന്തേ, രണ്ടുപേരും കൂടെ അപ്പുറത്തുനിന്ന് എന്തേലും പ്ലാൻ ചെയ്ത് വന്നാണോ? ഒന്നുമില്ലമ്മേ. ഓ, അമ്മേ, ആ മീര ചേച്ചി വിളിച്ചു. എന്തിനാ? ചേച്ചിയെ പെണ്ണ് കാണാൻ വരുന്നു പറയാനാ വിളിച്ചേ. അതും കറി വെക്കുന്നതും തമ്മിൽ എന്താ ബന്ധം? അപ്പോ ചേച്ചി അവിടം വരെ ഒന്ന് പൊക്കോട്ടെ. ചേച്ചിയുടെ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. മീരെ പെണ്ണാണാൻ വരുന്നതിന് ഇവളെന്തിനാ പോകുന്നേ? അതൊന്നും വേണ്ട. അതല്ലമ്മേ, ഇവരൊക്കെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ, പോയില്ലെങ്കിൽ മോശമല്ലേ? അയ്യോ, ഒരു മോശമില്ല. എന്തേലും ഒഴിവ് കിഴിവ് പറഞ്ഞാ മതി. വേറൊരു കാര്യം കൂടി ഉണ്ടമ്മേ. അതെന്താ വേറൊരു കാര്യം? അച്ഛന്റെ ഫ്രണ്ടാണല്ലോ മീര ചേച്ചിയുടെ അച്ഛൻ. ആ, അവര് തമ്മിൽ കാണുമ്പോ എന്തേ ആതിര വന്നില്ല എന്നോ മറ്റോ അങ്ങനെ ചോദിച്ചാ അതൊരു മോശമല്ലേ? ചേച്ചി ഒന്ന് പോയി വരട്ടെ അമ്മേ, അതല്ലേ നല്ലത്. ആ ശരി, എന്നാ പൊയ്ക്കോട്ടെ. താങ്ക് യു അമ്മേ. ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഉടനെ തിരിച്ചെത്തിക്കോണം, കേട്ടല്ലോ? താങ്ക് യു അമ്മേ. വേഗം പോയിട്ടോ. ഡ്രസ്സൊക്കെ ചെയ്തപ്പോ ചേച്ചി ആകെപ്പാടൊരു അപ്സരസായി. പുകഴ്ത്തി പറയുന്നതിൽ ഒരു ലിമിറ്റ് ഒക്കെ വെക്കു ഗോപിക. ഒരു ലിമിറ്റും ഇല്ല. ചേച്ചി അല്ലെങ്കിലേ സുന്ദരിയാ, ഇപ്പതേ അതിസുന്ദരി. പോടുന്നു. ഒരു സത്യം പറയട്ടെ ചേച്ചി, ആ പയ്യനെങ്ങാനും ചേച്ചിയെ കണ്ട മീര ചേച്ചിയുടെ കാര്യം പോക്കാം. ചേച്ചിയെ ചൂണ്ടി അയാൾ പറയും എനിക്ക് ആ കുട്ടിയെ മതിയെന്നു. ഒരു കാര്യം കൂടി പറയൂ അയാള്, ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കാവ്യ എടുത്ത് കാശിക്ക് പോകുന്നു. മതി, നിർത്ത് പ്രസംഗം. ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. പ്രിയ ഇപ്പൊ വരും. എന്റെ ഈശ്വര, ആരായത്? കഥയിലെ രാജകുമാരിയോ? എങ്ങോട്ടാ യാത്ര? ഇവിടെ ഒരു തിടവക കഴിഞ്ഞേ ഉള്ളൂ. ഇനി നീയും തുടങ്ങിക്കോ. മീരയുടെ വീട് വരുന്നു പോകാനാ ഒരു ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞത് കളിയല്ലാതെ ചേച്ചി. ചേച്ചിയെ കാണാൻ ഏതോ സിനിമ നടിയെ പോലെയില്ലേ? അല്ലേ ഗോപിക? ഇന്നാള് നമ്മൾ മൊബൈലിൽ കണ്ട ഹിന്ദി സിനിമയിലെ ഹീറോയിൻ. ഒന്ന് നിർത്തിന്റെ ഗോകുലെ. എന്നെ ആകാശത്ത് കയറ്റി വെക്കാതെ. താഴെ വീണ ഒരൊറ്റ എല്ലും ബാക്കി ഉണ്ടാവില്ല. അമ്മ എന്ന് വിളിച്ച് കാണിക്കട്ടെ. അമ്മേ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തിനാടി വിളിച്ചേ? അമ്മേ, ചേച്ചി ഒന്ന് നോക്കിയേ, സുന്ദരിയായിട്ടില്ലേ? ഇതിനാണോ വിളിച്ചേ? ആ ഡ്രസ്സിന്റെ ഒരു പളവളപ്പുണ്ട്, അത്ര തന്നെ. കുറച്ച് ഓർണമെന്റ്സ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഡിവൈൻ ലുക്ക് കിട്ടിയേനെ. അത് ശരിയാ. ഈ ഒഴിഞ്ഞ കൈത്തണ്ടെങ്കിലും ഒഴിവാക്കാൻ ചേച്ചിയുടെ ആ ബ്രേസ്ലെറ്റ് കൊടുക്കാം, അല്ലേ അമ്മേ? ബെസ്റ്റ്. നല്ല ആൾക്കാ ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത്. അതൊന്നും വേണ്ട. അവിടെ വെച്ചേ ആരെങ്കിലും കഷ്ടപ്പാട് പറഞ്ഞാ ഇവളത് ഊരി കൊടുത്തിട്ട് വരും. എന്നിട്ട് ഇവിടെ വന്ന് പറയും അയ്യോ അത് മീരയുടെ വീട്ടിൽ ഊരിപ്പോയതാ അമ്മേ. അതൊന്നും വേണ്ട. ഒന്നും ഉണ്ടാവില്ലമ്മേ. ഒരു ഫംഗ്ഷന് പോവല്ലേ, ഇങ്ങനെ ഒഴിഞ്ഞ കൈത്തണ്ടയുമായി പോയാൽ നമുക്കും കൂടിയാ മോശം. ഒരു മോശമില്ല. അത് ദാനം ചെയ്ത് പോകുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ പോകുന്നതാ. അമ്മ എന്താ അമ്മ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് അടിച്ചോണ്ടിരിക്കുന്നത്? അതൊന്നും സാരില്ലെന്നേ, ഞാൻ ഇങ്ങനെ പൊക്കോളാം. അത് പറ്റില്ല. അതിന്റെ മനക്കേട് ഞങ്ങൾക്ക് കൂടിയാ. അമ്മേ, എടുത്തു കൊടുക്കട്ടെ ബ്രേസ്ലെറ്റ്? ഇവളവിടെ ആർക്കും ഊരി കൊടുക്കില്ലെന്ന് ഉറപ്പ് പറഞ്ഞാ കൊടുത്തോ? ഇല്ല, ഞാനത് ആർക്കും ഊരി കൊടുക്കില്ലമ്മേ. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ചേച്ചി, കൈ കാണിക്കും.
ആതിര സുഖാണോടി? സുഖം. പയ്യൻ വരുന്നതിന് മുന്നേ എത്തിയല്ലേ? വാ, നമുക്ക് അകത്തേക്ക് കയറാം. കല്യാണ പെണ്ണോടെ കാത്തിരിക്കായിരിക്കും. ആ അവരിപ്പോ എത്തും. ആ വന്നല്ലോ. എല്ലാവരും വാ. സുഖം തന്നെയല്ലേ? സുഖല്ലേ? മീര മുകളിലുണ്ട്. നിങ്ങളൊന്ന് ചെന്ന് വേഗം ഒരുക്കാൻ നോക്ക്. പയ്യനും വീട്ടുകാരും വരാറായി. അതെ. ആ എന്നാ എല്ലാരും മുകളിലേക്ക് ശരിയല്ലേ? ചെല്ല്. ആ. കല്യാണ പെണ്ണേ, നിന്നെ ഒരുക്കേണ്ട ജോലിയാ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പയ്യൻ കണ്ട ആ നിമിഷം ബോധം കെട്ട് വീണം. പിന്നെ എഴുന്നേറ്റ് എന്നെ കല്യാണം കഴിക്കും മോളേന്ന് പറയണം. ഇന്ന് നിന്റെ ജീവിത പങ്കാളിയാക്കും മീരമോളെന്ന് പറഞ്ഞ് കെഞ്ചണം. അല്ല, നിന്റെ അച്ഛൻ പയ്യനെ കണ്ടോ? മാട്രിമോണിക്കാര് ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു ഫോണില്. അവർക്ക് ഇഷ്ടായി, അതുകൊണ്ടാ വരാൻ പറഞ്ഞ. നീ കണ്ടോ? ഞാനും കണ്ടു. എടി ഭയങ്കരി, ആ കാര്യം നീ എന്നോട് ഫോണിൽ വിളിച്ചപ്പോ പറഞ്ഞില്ലല്ലോ. ആ, നേരിട്ട് കണ്ടാലല്ലേ അറിയൂ നല്ല പയ്യനാണോ അല്ലയോന്ന്. എങ്ങനെയൊക്കെയല്ലേ നീ പറഞ്ഞേ? ആളെങ്ങനെ കാണാൻ കൊള്ളാവോ? ഹാൻസം ഒക്കെയാ. പിന്നെ ഗവൺമെന്റ് ജോലിയുള്ള ആളാണെന്ന് അച്ഛൻ പറഞ്ഞു. ഇത് നോക്കൂ മീര, നമ്മൾ തമ്മിൽ പണ്ടേ ഒരു കരാറുള്ളതാ. നിനക്ക് വരുന്ന പയ്യനെ ഞാനും എനിക്ക് വരുന്ന പയ്യനെ നീയും കണ്ട് ഓക്കെ പറയണമെന്ന്. ഓർമ്മയുണ്ടല്ലോ അത്? അതൊക്കെ ഓർമ്മയുണ്ട്. അതിനല്ലേ നിന്നെ ഇപ്പൊ വിളിച്ചു വരുത്തിയത്. ഓ അങ്ങനെയാണോ? അതായത് ഈ വരുന്ന പയ്യനെ ആദ്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ നിമിഷം അവന് ഗെറ്റ് ഔട്ട് അടിക്കണമെന്ന് അല്ലേ? ആ, അത് തന്നെയാ. ഹാ, എന്റെ കല്യാണ ചെറുക്ക. അയ്യോ സോറി, മീരയുടെ കല്യാണ ചെറുക്ക. ഒന്ന് വേഗം വാ ഇങ്ങോട്ട്. ജ്യേഷ്ഠനെ കൂടെ കൂട്ടാമായിരുന്നു. നിനക്കൊരു വാക്ക് അവനോട് പറയാമായിരുന്നു ഹരികൃഷ്ണ. എന്തിന് പറഞ്ഞാൽ ആ നിമിഷം അവൻ എന്തെങ്കിലും ഉടക്കുണ്ടാക്കും. ആ അഭിലാഷേ, നിന്റെ ഫ്രണ്ട് കൃത്യസമയത്ത് തന്നെ എത്തുമല്ലോ അല്ലേ? എത്തുവന്നോ? ഈ കാര്യം ആലോചിച്ച് ഇന്നലെ രാത്രി അവൻ ഉറങ്ങിയിട്ടുണ്ടാവൂല.